ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് കോഴിക്കോടൻ ബീഫ് ബിരിയാണിയാണ്. അപ്പോൾ നമുക്ക് കണ്ടു നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ബീഫ് ഒന്ന് മാറിനേറ്റ് ചെയ്ത് വെക്കണം, കുറച്ച് ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ട്. അപ്പോൾ ഞാനൊരു 4 മീഡിയം സൈസിലുള്ള സവാള എടുത്തിട്ടുണ്ട്, നീളത്തിലരിഞ്ഞത്. അതുപോലെ തന്നെ ഒരു 3 ചെറിയ തക്കാളി എടുത്തിട്ടുണ്ട്, നീളത്തിലരിഞ്ഞത്. പിന്നെ നമുക്കതിലേക്ക് വേണ്ടത് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റാണ്. ഞാനിവിടെ ക്യൂബ്സായി റെഡിയാക്കിയതുകൊണ്ട് ഒരു 3 ക്യൂബ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ചെറിയ നാരങ്ങയുടെ ഫുൾ നീര് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് മെയിനായിട്ട് ഇതിലേക്ക് വേണ്ടത് കുരുമുളക് ക്രഷ് ചെയ്തതാണ്. ഒരു 3-4 ടീസ്പൂൺ കുരുമുളക് പൊടി നമുക്ക് ചേർക്കാം. പിന്നെ അതിലേക്ക് വേണ്ടത് നമ്മുടെ മല്ലിപ്പൊടിയാണ്, അതൊരു 1.5 ടീസ്പൂണോളം നമുക്ക് ചേർക്കാം. പിന്നെ നെക്സ്റ്റ് വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ്, അത് ഒരു ടീസ്പൂൺ ചേർത്താൽ മതി. പിന്നെ നെക്സ്റ്റ് വേണ്ടത് നമ്മുടെ ഗരം മസാലയാണ് കേട്ടോ. അപ്പോൾ അതും ആവശ്യത്തിന് ചേർക്കുക, ഒരു 1-2 ടീസ്പൂൺ ചേർത്താൽ മതി. പിന്നെ നെക്സ്റ്റ് നമുക്ക് അതിലേക്ക് തൈരാണ് വേണ്ടത്. ഒട്ടും പുളിയില്ലാത്ത കട്ട തൈര് ചേർത്ത് കൊടുക്കാം. ഒരു 3 ടേബിൾ സ്പൂൺ തൈര് എടുത്തിട്ടുണ്ട് ഞാൻ. അപ്പോൾ അതും ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് നമ്മുടെ കൈ യൂസ് ചെയ്തിട്ട് തന്നെ നന്നായിട്ട് അങ്ങോട്ട് ഞെരടി എടുക്കുക. അപ്പോൾ ആ ഉള്ളിയുടെയും തക്കാളിയുടെയും ഇഞ്ചി, വെളുത്തുള്ളി എല്ലാത്തിൻ്റെയും ഫ്ലേവർ നമ്മുടെ ആ ബീഫിലേക്ക് കിട്ടണം. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ കുറച്ച് മല്ലിയുടെ ഇലയും അതുപോലെ പുതിനയുടെ ഇലയും കൂടി ചെറുതായിട്ട് മുറിച്ചതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി നമുക്ക് ഞെരടി എടുക്കണം. ഈ ഞെരടി എടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഇതിൻ്റെയൊക്കെ ആ ഫ്ലേവർ നമ്മുടെ ബീഫിലേക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഞെരടി ഒന്ന് എടുക്കുന്നത് കേട്ടോ. അത് കൈ വെച്ചിട്ട് തന്നെ ഞെരടി എടുക്കുക. ഇനി ഞാനിവിടെ ബീഫ് നല്ലപോലെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിതാ ഈ ഒരു സൈസിലാണ് ബീഫ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ബീഫ് കഷ്ണങ്ങളും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഏകദേശം 1 മണിക്കൂറോളം ഇതിങ്ങനെ മാരിനേറ്റ് ചെയ്ത് വെക്കണം, എങ്കിൽ മാത്രമേ ആ ഫ്ലേവേഴ്സും ഉപ്പൊക്കെ നമ്മുടെ ബീഫിലേക്ക് കിട്ടുള്ളൂ. ഇനി നമുക്ക് കാഷ്യൂ, കിസ്മിസ് അതൊക്കെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് 1 പിടി അണ്ടിപ്പരിപ്പും അതുപോലെ 1 പിടി മുന്തിരിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. എന്നിട്ട് അത് ആദ്യം അണ്ടിപ്പരിപ്പ് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. റോസ്റ്റ് ചെയ്ത് വരുമ്പോൾ നമുക്കതിലേക്ക് കിസ്മിസും കൂടിയും ചേർത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ അണ്ടിപ്പരിപ്പും കിസ്മിസും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് ഉള്ളിയാണ് മൂപ്പിച്ചെടുക്കാനുള്ളത് കേട്ടോ. അപ്പോൾ ഈ ഒരു പാത്രത്തിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഈ മുറിച്ച് വെച്ചിട്ടുള്ള ഉള്ളിയിലേക്ക് കുറച്ച് ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ, നല്ലൊരു ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമ്മുടെ കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഞരണ്ടിയിട്ട് നല്ല ചൂട് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോൾ തന്നെ നമ്മളതും കോരിയെടുക്കണം. നമ്മൾ പുറത്ത് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഒന്ന് കളർ ചേഞ്ച് ആവും. ഈ ഒരു പരുവാകുമ്പോൾ നമ്മളത് കോരിയെടുക്കുക കേട്ടോ. അപ്പോഴാണ് നല്ല ക്രിസ്പി ആയിട്ടും നല്ല ടേസ്റ്റി ആയിട്ടും ഉണ്ടാവുള്ളൂ. കരിഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് ആ ബിരിയാണിയിൽ ഇടുമ്പോൾ ആ ഒരു ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ ഈ ഒരു പരുവാകുമ്പോൾ നമ്മൾ എണ്ണയിൽ നിന്ന് അത് മാറ്റിയെടുക്കുക. ഇനി നെക്സ്റ്റ് നമുക്ക് അരി വേവിച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ 2 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്. ഞാൻ ജീരകശാലയുടെ റൈസാണ് കേട്ടോ എടുക്കുന്നത്. 2 കപ്പ് റൈസിന് ഞാനിവിടെ 4 ഗ്ലാസ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ നമ്മൾ കാഷ്യൂ, കിസ്മിസൊക്കെ ഫ്രൈ ചെയ്തിട്ടുള്ള ആ ഒരു എണ്ണയുണ്ടല്ലോ, അതും കൂടിയും ചേർക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് കാര്യങ്ങൾ ചേർത്തിട്ടുണ്ട്, പക്ഷേ അത് നമ്മുടെ ക്യാമറ ഓഫായി പോയി കേട്ടോ. ഗ്രാമ്പൂ, പട്ട, ഏലക്ക, അങ്ങനത്തെ ജാതിപത്രി, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ചേർത്തിട്ടുണ്ട്. പിന്നെ ഉപ്പ്, അതുപോലെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതെല്ലാം ചതച്ചതും കൂടി ചേർത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ റൈസ് ഒരു 15 മിനിറ്റ് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിട്ട് അതായത് ഊറ്റി വെച്ചതാണ് കേട്ടോ. അതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഉപ്പ് എപ്പോഴും കുറച്ച് മുന്നിൽ നിൽക്കണം റൈസ് ചേർക്കുമ്പോൾ. ഇനി ഇതാ ഈ ഒരു പാകമാകുമ്പോൾ ഞാനിത് തെർമൽ കുക്കറിലേക്ക് മാറ്റി വയ്ക്കാൻ പോവാണ് കേട്ടോ. മൂടി വെച്ചിട്ട് തെർമൽ കുക്കറിൽ മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് പാകമായിട്ട് കിട്ടും ഒരു 15 മിനിറ്റ് കഴിയുമ്പോൾ. ഇനി നമുക്ക് നമ്മുടെ ബീഫ് വേവിച്ചെടുക്കണം. കുക്കറിലാണ് ഞാൻ വേവിച്ചെടുക്കുന്നത്. പിന്നെ അതിലേക്ക് ഞാൻ കുറച്ച് എണ്ണയും കൂടി ചേർക്കുന്നുണ്ട്. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ 1-2 സ്പൂണ് വെള്ളം കൂടിയും ചേർത്തിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കണം. ആദ്യം ഒരു വിസിൽ വരുന്നവരെ ഹൈ ഫ്ലെയിമിലും പിന്നെ നമ്മൾ ലോ ഫ്ലെയിമിലും ഇട്ടിട്ടാണ് ഇത് കുക്ക് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ വാങ്ങിക്കുന്ന ബീഫിനനുസരിച്ചിട്ട് വേണം നന്നായിട്ട് വേവിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ റൈസ് ഇതാ പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്, അങ്ങനെ കുഴഞ്ഞു പോയിട്ടൊന്നുമില്ല കേട്ടോ. ഇനി ഇത് കുറച്ച് ചൂടാറി കഴിഞ്ഞാൽ കറക്റ്റ് പാകമാവും.
അപ്പോൾ നമ്മുടെ ബീഫും ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്, കണ്ടില്ലേ, അത്യാവശ്യം നല്ല വെള്ളമുണ്ട്. അപ്പോൾ ഇനി നമ്മളിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് നന്നായിട്ടിത് കുറുക്കിയെടുക്കണം. അപ്പോൾ ബീഫ് വെന്തോ എന്നുള്ളതൊക്കെ നോക്കുക. അപ്പോൾ ഞാനിപ്പോൾ വേറെ ഒരു പാനിലേക്ക് മാറ്റുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വെള്ളം മൊത്തം നമ്മൾ വറ്റിച്ചെടുക്കുകയാണ്. അപ്പോഴാണ് ആ ഒരു ഗ്രേവിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ ചേർത്തിട്ടുള്ള ഉപ്പും അതുപോലെ എരിവും ഒക്കെ കറക്റ്റ് അല്ലേ എന്ന് നോക്കണം. അപ്പോൾ ഞാൻ ചേർത്തതൊക്കെ കറക്റ്റായിരുന്നു. പിന്നെ ഞാൻ അതിലേക്ക് കുറച്ച് നല്ല കറിവേപ്പിലയും കൂടി ഇട്ടിട്ടുണ്ട്. നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ അത് ചേർക്കുമ്പോൾ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അതാണ്ടോ ഈ ഒരു പരുവം വരെ നമ്മൾ ആ വെള്ളം ഫുള്ള് വറ്റിച്ചെടുക്കണം. അപ്പോൾ നല്ലൊരു മണമാണ് വരിക. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമ്മളിവിടെ ചെറിയൊരു ദം രീതിയിൽ ചെയ്യാൻ പോവുകയാണ്. നമ്മൾ ആദ്യം റൈസിൻ്റെ ഒരു ലെയർ വെക്കും. ഇനി നമ്മളതിൻ്റെ മുകളിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള ഉള്ളി, അതുപോലെ അണ്ടിപ്പരിപ്പ്, മുന്തിരി ഇതെല്ലാം ചേർക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാനിവിടെ കുറച്ച് മല്ലിയുടെ ഇലയും അതുപോലെ പുതിനയുടെ ഇലയും മുറിച്ച് വെച്ചിട്ടുണ്ട്, അതും കൂടിയും ചേർക്കുന്നുണ്ട്. ഇനി ഇതേ പ്രോസസ്സ് തന്നെ റിപ്പീറ്റ് ചെയ്യുക. റൈസിൻ്റെ ഒരു ലെയർ ഇടുക, അതുപോലെ ഉള്ളി, കാഷ്യൂ, കിസ്മിസ്, അങ്ങനെ നമ്മളത് രണ്ടാമത്തെ വട്ടവും റിപ്പീറ്റ് ചെയ്താൽ മതി. ഇനി അതിന് ശേഷം ഒരു 2 ടീസ്പൂൺ പാൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ഒഴിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ നെയ്യ്, ഒരു 2 സ്പൂൺ നെയ്യ് നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ നമ്മൾ പാല് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ വരിക. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ രീതിയിൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ പിന്നെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. റൈസിൻ്റെ പാകം ശ്രദ്ധിക്കണം. അതുപോലെ ബീഫ് നന്നായിട്ട് വെള്ളമൊക്കെ വരട്ടിയെടുത്താലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതിൻ്റെ മുകളിൽ കുറച്ച് ഉള്ളിയും അതുപോലെ അണ്ടിപ്പരിപ്പ്, മുന്തിരി, പിന്നെ അതുപോലെ നമ്മുടെ മല്ലി, പുതിന ഇതെല്ലാം ഒന്ന് മുറിച്ചിടുക. ഇനി നമ്മൾ ജസ്റ്റ് ഒന്ന് മൂടി വെച്ചിട്ടാണ് ചെയ്യുന്നുള്ളൂ, അല്ലാതെ ട്രഡീഷണലായിട്ട് ദം ചെയ്യണമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതിന് ഇനി ഒരു ചെറിയൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ചൊരു 1-2 പിഞ്ച് ഗരം മസാലയും കൂടി ഒന്ന് വെതറി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ഓപ്ഷനിലാണ്. അപ്പോൾ നമ്മുടെ ബീഫ് ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് കുറച്ച് സമയം മൂടി വെച്ചിട്ട് ഇതിങ്ങനെ ചൂടോട് കൂടിയിട്ട് തന്നെ സെർവ് ചെയ്യാം. നല്ല ടേസ്റ്റാണ് കേട്ടോ, പറയുമ്പോൾ തന്നെ വായിൽ വെള്ളം വരുന്നുണ്ട്. അത്യാവശ്യം നല്ല ഒരു എന്താ പറയുക മണമൊക്കെ ആയിരുന്നു ഇത് ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇത് ഉണ്ടാക്കിയത് ബരൂൻ്റെ ബർത്ത്ഡേ സ്പെഷ്യലായിട്ടാണ് ഉണ്ടാക്കിയത്. അപ്പോൾ എല്ലാവർക്കും ഇവിടെ ഇഷ്ടമായി. ഇനി ജസ്റ്റ് ഞാനൊരു ഫോട്ടോ എടുക്കാനും നമ്മൾ വീഡിയോ എടുക്കല്ലേ, അപ്പോൾ അതിനൊക്കെ ഭംഗിക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു പാത്രത്തിലിട്ടിട്ട് ഒന്ന് സെർവ് ചെയ്യാണ്. കണ്ടേ, നല്ല ചന്തമുണ്ട് അല്ലേ കാണാൻ. അതുപോലെ നല്ല ടേസ്റ്റും ആയിരുന്നു. അപ്പം നമ്മളിത് സെർവ് ചെയ്തത് റൈത്തടിയും അതുപോലെ നമ്മുടെ സ്വന്തം വെളുത്തുള്ളി അച്ചാറിൻ്റെയും കൂടെയാണ്. നല്ല ടേസ്റ്റാണ് ഈ ഒരു കോമ്പിനേഷൻ. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു രീതിയിൽ ബീഫ് ബിരിയാണി ഒന്ന് ഉണ്ടാക്കി നോക്കുക, നമ്മുടെ കോഴിക്കോടൻ സ്റ്റൈലിൽ. പിന്നെ ഞാൻ കുറച്ച് ചന്തത്തിന് വേണ്ടിയിട്ട് ഒരു മല്ലിയുടെ ഇല വെച്ച് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ഫ്രൈ ചെയ്തിട്ടുണ്ടായിരുന്ന ഉള്ളിയും അതുപോലെ കിസ്മിസും അണ്ടിപ്പരിപ്പും ഒക്കെ ഒന്ന് വെച്ച് ഗാർണിഷ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ഓപ്ഷനിലാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ഫോട്ടോ എടുക്കാനുള്ള ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാനിങ്ങനെ ചെയ്തു എന്നേ ഉള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കോഴിക്കോടൻ ബീഫ് ബിരിയാണി. തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക, എന്തായാലും ഇഷ്ടമാവും. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് തീർച്ചയായിട്ടും അറിയിക്കുക. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിലോ വീഡിയോ ടോപ്പിക്സിനെ കുറിച്ചിട്ട് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിലോ ഒക്കെ പറയുക. അപ്പോൾ ഇതുപോലുള്ള വെറൈറ്റി ആയിട്ടുള്ള നല്ല നല്ല വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ ബൈ, സീ യു.